ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വെറൈറ്റി സാധനമാണ് ഞാൻ ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ഞാൻ ടൗൺ ഹാൾ 17 ആണ്. നിങ്ങൾക്കറിയാം, ഞാൻ ടൗൺ ഹാൾ 17 മാക്സ് ആണ്. അപ്പോൾ ഞാൻ ടൗൺ ഹാൾ 17 ഇപ്പോൾ ഉപയോഗിക്കുന്ന അറ്റാക്ക് സ്ട്രാറ്റജിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡ്രാഗൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ ഡ്രാഗൻസും ഇലക്ട്രോ അല്ലല്ലോ ഡ്രാഗൻ റൈഡറും വെച്ചുള്ള ഒരു അറ്റാക്കാണ്. ഐ ഗസ് ഞാൻ ക്ലാൻ വാർ ലീഗിലൊക്കെ ഞാൻ അതിട്ടാണ് കളിച്ചത് ഗൈസ്. എന്നാലും ഇന്ന് ഞാൻ ഒരു നോർമൽ അറ്റാക്ക് ചെയ്ത് കാണിച്ചു തരാം. നേരെ ബാറ്റിൽ എടുക്കാം. ഫസ്റ്റ് ഏത് ടൗൺ ഹാൾ 17 കിട്ടും അതിന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് ബേസിക്കലി ടൗൺ ഹാൾ 17 നല്ല ഈസി മെത്തേഡാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത്യാവശ്യം കുറച്ച് ടാസ്ക് ബേസാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൽ നിന്ന് തന്നെ അറ്റാക്ക് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ഇറക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഡ്രാഗനും നമ്മുടെ ഡ്രാഗൻ റൈഡറും ഞാനൊരു കോമൺ പാത്ത് വേ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്യാമറ മാറ്റി ക്ലാൻ കാസ്റ്റിൽ ഇറക്കിയിട്ടുണ്ട്. കിങ് അവിടെ ഇറക്കി, ക്യൂവിന് ഇവിടെ ഇറക്കി, ക്യൂവിൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാൾ ബ്രേക്കേഴ്സ് ഇറക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, അവരുടെ കാര്യം ഇനി അവർ ഡീൽ ചെയ്തോളും. ഇനി നമ്മൾ നേരെ റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ ഇതുവരെ ഇൻവിസിബിൾ സ്പെൽ ഇട്ടിട്ടില്ല. ഓക്കെ, ഇനി ഇൻവിസിബിൾ സ്പെൽ ഇട്ടിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ കറക്റ്റായിട്ട് നമുക്ക് ബേസിക്കലി ആ റോഷി ക്യാനനെ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കിങ് അവിടെ അത്യാവശ്യം നല്ലൊരു ഡാമേജ് തന്നെ കൊടുക്കണുണ്ട് ഗൈസ്. ഓക്കെ, റോയൽ ചാമ്പ്യൻ മോണോലിത്തിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് അറ്റാക്ക് ക്വീൻ്റെ ഞാനൊരു ഇൻവിസിബിൾ സ്പെൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റോയൽ ചാമ്പ്യൻ നമ്മുടെ ആ റോഷി ക്യാനനെയാണ് അറ്റാക്ക് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഇൻവിസിബിൾ സ്പെല്ലിൽ റോയൽ ചാമ്പ്യൻ ഇടണ്ട. നമ്മുടെ മോർട്ടറും ഹിഡൻ ടെസ്ലയും വീക്ക് ഡിഫൻസ് ആണ്. സോ അതിന് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, റോയൽ ചാമ്പ്യൻ സ്മൂത്തായിട്ടാണ് പോകുന്നത്. റോയൽ ചാമ്പ്യൻ അവിടെ ഞാനൊരു ഇൻവിസിബിൾ സ്പെല്ലിട്ട് നേരെ റോയൽ ചാമ്പ്യനെ വഴി മാറ്റി കയറ്റുകയാണ്. ഓക്കെ, റോയൽ ചാമ്പ്യൻ നമ്മുടെ ഫയർ സ്പിറ്ററിനെ നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഗുഡ്. റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, റോയൽ ചാമ്പ്യൻ്റെ അവിടെ ഇൻവിസിബിൾ സ്പെല്ല്. റോയൽ ചാമ്പ്യൻ അത്യാവശ്യം നല്ലൊരു ഡാമേജ് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. ടോപ്പ് കോർണറിൽ ഒരു ഡ്രാഗൻ ഇട്ട് അവിടെ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു ഡ്രാഗൻ ഇവിടെ, പിന്നെ ബാക്കിയുള്ള ഡ്രാഗൻസ് ഇറക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാൻ കാസ്റ്റിലിൻ്റെ അകത്ത് ഞാൻ എൻ്റെ യദീസിനാണ് ഇറക്കിയിട്ടുള്ളത്. സോ യദി നല്ലപോലെ നമ്മുടെ ടൗൺ ഹാളിനെ പൊട്ടിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി നോക്കിക്കൊണ്ടിരിക്കാം. ഇത് നല്ലൊരു പെർഫെക്റ്റ് റീസ്കാർ തന്നെയാണ്. നമുക്ക് ഡ്രാഗൻ റൈഡേഴ്സിന് ഒരു പാത്ത് ഉണ്ടാക്കുക, അതാണ് ഇതിൻ്റെ മെയിനും. ആ പാത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഔട്ടാവും. റോയൽ ചാമ്പ്യൻ ഇറക്കി നമ്മുടെ ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ. ഫസ്റ്റ് നമുക്കൊരു നല്ലൊരു പാത്ത് ഉണ്ടാക്കണം. അപ്പോൾ കിങ് നമ്മുടെ പിന്നെ ഈ പെക്കൊക്കെ ഇറങ്ങി വരുന്ന ക്ലാൻ കാസ്റ്റിൻ്റെ ആ സാധനം ക്വീൻ അതിട്ട് ഒരു സൈഡ് ക്ലീൻ ആക്കുക. അതേപോലെ റോയൽ ചാമ്പ്യൻ ഉപയോഗിച്ച് വേറൊരു സൈഡ് ക്ലീൻ ആക്കുക. എന്നിട്ട് നല്ലൊരു കറക്റ്റ് പാത്തേ കൂടെ നമ്മുടെ ബാക്കിയുള്ള ഡ്രാഗൻ റൈഡേഴ്സിനെയും ഇറക്കുക. പെർഫെക്റ്റ് ആയിട്ട് 3 സ്റ്റാർ കിട്ടും. എല്ലാം കറക്റ്റായിട്ട് വർക്കായി ഇതേപോലെ നല്ല പെർഫെക്റ്റ് 3 സ്റ്റാർ കിട്ടും. കറക്റ്റായി വർക്കായില്ലെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ വീണ്ടും നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് എടുത്ത് ഒന്ന് ഡൊണേറ്റ് ചെയ്യാം. നമുക്ക് ട്രൂപ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡൊണേറ്റ് ചെയ്തു. എല്ലാം സെറ്റാണ്. നമുക്ക് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്ത് നോക്കാം. നേരെ തന്നെ നമ്മുടെ അറ്റാക്ക് എടുക്കാൻ പോകുന്നു. ടൗൺ ഹാൾ ഏത് 17 കിട്ടുമോ അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ടൗൺ ഹാൾ 17 ഗൈസ് വേറെ കുറച്ചും കൂടെ എക്സ്ട്രീം ലെവലുള്ള നമുക്ക് നോക്കാം. ഇത് കുറച്ച് റഷാണ്. സിമ്പിളായിട്ട് ഇതും 3 സ്റ്റാർ കിട്ടേണ്ടതാണ്. അടുത്ത ടൗൺ ഹാൾ 17 നമുക്ക് കയറി അറ്റാക്ക് ചെയ്യാം. ഓക്കെ, നോക്കട്ടെ. ടൗൺ ഹാൾ 17 നമ്മുടെ ടൗൺ ഹാൾ 17 ഇനി വരാൻ വെറും ഒരു 5-6 ദിവസം മാത്രമാണ്. ടൗൺ ഹാൾ 17 കഴിയാൻ. ഗൈസ് ഇത് കുറച്ച് ടാസ്ക് ബേസാണ്. ഇത് ഡ്രാഗൻ റൈഡറിട്ട് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഇത് കുറച്ച് ടാസ്ക് ബേസാണ്. ഈ ഇൻവിസിബിൾ ടവേഴ്സാണ് നമ്മുടെ അറ്റാക്കിനെ എപ്പോഴും കൊണ്ട് കൊളാക്കണം. സോ അത് എത്രത്തോളം വർക്കാവും അറിഞ്ഞൂടാ. നമ്മൾ എന്തായാലും അറ്റാക്ക് തുടങ്ങാനുള്ള സമയമായി ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ ക്ലാൻ കാസ്റ്റിൽ ഞാൻ അവിടെ ഇറക്കി, കിങ്ങിനെ ഇവിടെ ഇറക്കി, ക്യൂവിനെ അവിടെ ഇറക്കി, വാൾ ബ്രേക്കേഴ്സിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു ഡ്രാഗനെ ഇറക്കണോ? ഓക്കെ, ഒരു ഡ്രാഗൻ ഇറക്കി ഞാൻ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു, അത് പെർഫെക്റ്റ് ആണ്. റോയൽ ചാമ്പ്യനെ ഞാൻ ഈ ടോപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. റോയൽ ചാമ്പ്യൻ അത്യാവശ്യം നല്ല പോലെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ വിസ ടവർ, ആർച്ച ടവറൊക്കെ ഒരു സീനില്ല. പിന്നെ മോർട്ടർ ഇതിൻ്റെ പൊട്ടിക്കേണ്ട ബേസിക്കൽ ആവശ്യമില്ല. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കിങ് അവിടെ നല്ല പോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻ എയിം ഈ സ്കാറ്റർ ഷോട്ട് ടൗൺ ഹാളിനെ റോയൽ ചാമ്പ്യൻ ഇട്ട് പൊട്ടിക്കുക, അതാണ് മെയിൻ എയിം. അത് എത്രത്തോളം വർക്കാവും എന്നൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല ഗൈസ്. അവിടെ ഒരു ഇൻവിസിബിൾ സ്പെല്ലിട്ട് ഞാൻ റോയൽ ചാമ്പ്യനെ എൻ്റെ ടൗൺ ഹാളിൻ്റെ സൈഡിൽ കൂടെ കയറ്റാൻ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. റോയൽ ചാമ്പ്യൻ ഷിറ്റ്. ഓക്കെ, നമുക്ക് ലക്കില്ല ഗൈസ്. റോയൽ ചാമ്പ്യൻ അത്യാവശ്യം നല്ല പോലെ ടൗൺ ഹാൾ കയറി അറ്റാക്ക് ചെയ്യാൻ നേരത്താണ് നമ്മൾ ഓക്കെ നമുക്ക് ലക്കുണ്ടെങ്കിൽ റോയൽ ചാമ്പ്യൻ ടൗൺ ഹാൾ പൊട്ടിക്കും. ഓക്കെ, റോയൽ ചാമ്പ്യൻ കൊണ്ട് നമ്മുടെ ടൗൺ ഹാൾ പൊട്ടിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റോയൽ ചാമ്പ്യൻ്റെ ആകെപ്പാടുള്ള ലൈഫൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രാഗൻ ഞാൻ ഈ സൈഡിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ക്യാമറ മാറ്റുന്നു. ഈ ഏരിയയിൽ നിന്ന് ഡ്രാഗൻസിനെ ഇറക്കുന്നു ഗൈസ്. അവിടെ 2 ഡ്രാഗൻ, ബാക്കി ഡ്രാഗൻസിനെ ഇവിടെ ഇറക്കി. ഗ്രാൻഡ് വാർഡനെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ഡ്രാഗൻ റൈഡേഴ്സിനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. മുകളിൽ ഒരു ഡ്രാഗൻ റൈഡർ അവിടെ ഹെൽപ്പിന് വേണ്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇനി അറ്റാക്ക് മര്യാദയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ എയിം. ഇവിടെ എത്തുമ്പോൾ ഞാൻ എബിലിറ്റി പറഞ്ഞുതരാം. ഓക്കെ ഞാൻ അവരുടെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാനിപ്പോൾ റോയൽ ചാമ്പ്യനെ ഇറക്കിയിട്ടില്ല. അത്യാവശ്യം ഇത് നല്ലൊരു 3 സ്റ്റാർ തന്നെയാണ് ഗൈസ്. ഓക്കെ, റോയൽ ചാമ്പ്യനെ ഇറക്കണം. നമ്മുടെ ഈ എക്സ്പോ പൊട്ടുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ റോയൽ ചാമ്പ്യനെ ഇറക്കാനാണ് പ്ലാൻ.
ഓക്കെ, റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട്. ഓ ഷിറ്റ്, ഓ കിങ് പറഞ്ഞു ബാക്കിൽ ചത്ത്. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും നമുക്ക് നല്ലൊരു 3 സ്റ്റാർ തന്നെയാണ്. ഓക്കെ ഗൈസ്, സിമ്പിൾ മെത്തേഡാണ്. കിങ്, ക്വീന്, പിന്നെ നമ്മുടെ പെക്ക വരുന്ന ആ ബാറ്റിൽ ക്ലാൻ കാസ്കിലെ സാധനം, അത് രണ്ടും ഒരു സൈഡിൽ അറ്റാക്ക് ചെയ്യുക. അത് ഇറക്കി അവിടെ സത്യം പറഞ്ഞാൽ ആ സൈഡൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വരും. വേറെ സൈഡിൽ കൂടെ നമ്മൾ റോയൽ ചാമ്പ്യൻ ഇറക്കുക. ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള സൈഡ് തന്നെ റോയൽ ചാമ്പ്യൻ ഇറക്കുക. ടൗൺ ഹാളും കൂടെ പൊട്ടിക്കുക. പിന്നെ ഡ്രാഗനായിട്ട് ബാക്കിയുള്ള ക്ലീൻ അപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. സിമ്പിൾ മെത്തേഡാണ്, സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ടൗൺ ഹാൾ സാൻഡിയിൽ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ്. വീണ്ടും നല്ലപോലെ വെറൈറ്റി സ്ട്രാറ്റജി എല്ലാ വീഡിയോസ് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.